പാലക്കാട്ടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രതികരിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരനാണ്. കെ മുരളീധരന്റെ ലക്ഷ്യം എന്താണ്? പാലക്കാട് സീറ്റാണോ? കെ മുരളീധരന് പല ലക്ഷ്യങ്ങളും ഉണ്ട് കേട്ടോ. കെ മുരളീധരൻ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ഉറക്കം കൊടുക്കത്തില്ല നേരെ ചൊവ്വേ. ഇപ്പൊ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുരളീധരൻ വാർത്താ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയുള്ള നടപടി എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. മുരളീധരൻ KPCC പ്രസിഡന്റിനെ കാണാനില്ല. മുരളീധരൻ ഇപ്പൊ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇല്ല. പക്ഷേ കോൺഗ്രസിലെ വലിയൊരു രക്ഷാപ്രവർത്തകനാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും ഇപ്പം നേമത്തോടിയെത്തി, അല്ല വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് കൊണ്ടുപോയി, വടകരയിൽ നിന്ന് നേമത്ത് കൊണ്ടുവന്നു, പിന്നെയും വടകരയിൽ, പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരും കൊണ്ടുവന്നു. നോക്ക്, ഇതിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തും? തൃശ്ശൂരിൽ മാത്രം അങ്ങോട്ട് കാര്യങ്ങൾ ഫലിച്ചില്ല എന്നുള്ളതാണ്. മുരളീധരന് മനസ്സിലാക്കുന്നുണ്ട് തന്നെ ഒതുക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാലക്കാട് DCC ആവശ്യപ്പെട്ടത് മുരളീധരൻ മത്സരിക്കണമെന്നായിരുന്നു. പക്ഷെ അതിനെതിരായിരുന്നു ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ VD സതീശനും സംസ്ഥാന നേതൃത്വവും. ആ DCC തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പോൾ ആ പാതയിലേക്ക് വീണ്ടും ഒരു പോക്കുണ്ടാകുമോ? മുരളീധരന് കേരളത്തിൽ എവിടെയും അംഗീകാരം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇദ്ദേഹം കരുണാകരൻ എവിടെയെല്ലാം മത്സരിച്ചു, തൃശ്ശൂര്, മാളയില്, തിരുവനന്തപുരത്ത് ഒക്കെ മത്സരിച്ചിട്ടില്ല. അതുപോലെ മുരളീധരനും അതുപോലെ മത്സരിക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ അത്രത്തോളം ജനസമ്മതി ഉള്ള നേതാവാണ്. അതുപോലെ വളരെ ഈ ജനങ്ങളുമായിട്ട് അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ മുരളീധരന് സാധിച്ചിട്ടുണ്ട്. ജനകീയനായിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവില് പ്രിയപ്പെട്ട ഒരു MLA ആയി മാറി എന്നുള്ളതാണ് വട്ടിയൂർക്കാവുകാർക്ക്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് മണ്ഡലമാണ്. തിരുവനന്തപുരം നഗരഹൃദയമാണത്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജനപ്രീതി വളരെ വലുതാണ്. അപ്പോഴല്ലേ ഇവർ വടകരയ്ക്ക് അടിച്ചത്? പോയില്ലേ, കയ്യിലിരുന്ന മണ്ഡലം പോയില്ല. എന്നാലും വേണ്ട, മുരളീധരനെ ഒന്ന് ഒതുക്കാൻ കഴിഞ്ഞല്ലോ, ഇവിടെ നിന്നങ്ങ് പാർലമെന്റിലേക്ക് വിട്ടല്ലോ എന്നുള്ളത്. അതാണ് ഇവരുടെ കുഴപ്പം. ഇപ്പൊ അടൂർ പ്രകാശിനെ ആറ്റിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തി കോന്നിയും പോയി കയ്യിൽ നിന്ന്. ഇങ്ങനെ മനഃപൂർവ്വം ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, മുരളീധരൻ അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ അതിശക്തമായ മത്സരത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇനി മുരളീധരൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ BJP പത്മജയെ കൊണ്ട് അവിടെ നിർത്തുമോ എന്നും അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെ വട്ടിയൂർക്കാവില് മുരളീധരൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പത്മജ ഇവിടെ സ്ഥാനാർത്ഥിയാകും എന്നൊരു വർത്തമാനമുണ്ട്. അതല്ല, പത്മജ തൃശ്ശൂരിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം തൃശ്ശൂരാണ് കൂടുതൽ. അതെ, കാരണം അത്രയും വർക്ക് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒരു തവണ പരാജയപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അത് ആ കോൺഗ്രസിലെ ഒരു കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു MLA ഉണ്ട്, CR മഹേഷ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കോൺഗ്രസ്സുകാർക്കെല്ലാം ഒരു മാതൃകയാക്കാവുന്ന ഒരു MLA ആണ് മഹേഷ്. അപ്പോൾ മുരളീധരന് വന്നു കഴിയുമ്പോൾ മത്സരം എന്തായാലും മാറുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, BJP വളരെ നിർണായകമാണ്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നിനിയിപ്പോൾ തോന്നുന്നില്ല. കാരണം രാജിവെക്കണമെന്നായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിക്കില്ല. പക്ഷേ 2026 രാജിവെച്ചാലും ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുമില്ല, സമയമില്ല. ഇപ്പോൾ പീരുമേട്ടിൽ വാഴൂർ സോമൻ്റെ നിര്യാണത്തെ തുടർന്ന് MLA ഇല്ലാതെ നിൽക്കുകയാണ്. അതും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകില്ല. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാതിരിക്കാൻ പല പാർട്ടിക്കാരും ശ്രമിക്കും. കാരണം LDF ഇപ്പോൾ പീരുമേട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ പോയാൽ LDFന് അവിടെ ക്ഷീണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് 26 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഇപ്പം നിലമ്പൂരിൽ ബൈ ഇലക്ഷനിൽ വലിയ വിജയം കോൺഗ്രസിന് കിട്ടിയപ്പോൾ അത് അവർക്കൊരു ആവേശവും കേരളം മുഴുവൻ UDF തരംഗമാണെന്നുള്ളതും വ്യാപിച്ചില്ലേ. അതിന് കോട്ടം വരുത്തിയത് ഈ മുടിയനായ പുത്രനാണല്ലോ, ഈ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം CPM ആയിരുന്നു പ്രതിരോധത്തിൽ, ഇപ്പോൾ തിരിച്ചായി. അതെ, CPM ഇത് വേണ്ട തരത്തിൽ ഇവർക്ക് ആഘോഷിക്കാൻ അറിയാം കേട്ടോ. മറിച്ച് അവരുടേതാണെങ്കിൽ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പട്ടിക തന്നെ, ഒരു ചാർട്ട് തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്, പലരുടെയും ഫോട്ടോയൊക്കെ വെച്ച്. അതിപ്പോഴാണ്
നേരത്തെ അത് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലത്തെന്തിന് അവിടെയും DCC അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കണമെന്നും പറഞ്ഞ് പ്രതിഷേധിച്ചില്ല, ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും? എൽദോസ് കുന്നപ്പള്ളി, M. വിൻസെന്റിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇതല്ലേ. അപ്പോൾ പിന്നെ അവർക്കും മിണ്ടാൻ വയ്യ. അപ്പം മാങ്കൂട്ടത്തിലെ രാജിയിലേക്ക് ഇനിയിപ്പോൾ പോകുന്നില്ല. 26 എന്തായാലും മാങ്കൂട്ടത്തിൽ സീറ്റ് ഉണ്ടാകത്തില്ല. പാലക്കാട് ഉറപ്പായും ഉണ്ടാകത്തില്ല. പത്തനംതിട്ട മണ്ഡലത്തിലൊന്നും കൊടുക്കത്തില്ല. മാങ്കൂട്ടത്തിലൊന്നും അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നേ. ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. ഈ നരബലി നടന്ന സ്ഥലമുണ്ടല്ലോ, ആ പത്തനംതിട്ട ഈ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ നാടിൻ്റെ അടുക്കലാണ്. അവിടെ അതിനകത്ത് CPMന് വലിയ ബന്ധമൊക്കെ ഇല്ലായിരുന്നു. അതിനകത്തൊന്നും ഒരു കാര്യത്തിനും ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. അന്നേരത്തെ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കണ്ടേ. അതിന് കഴിഞ്ഞിട്ടില്ലാതെ നിൽക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, എല്ലാ കാലത്തും ഷാഫി പറമ്പിലിന്റെ നിഴലായി നിൽക്കുന്നതാണ്. അത് തന്നെ നാം പാലക്കാടും കണ്ടു. നിഴലും മറ്റ് ബിസിനസ് കാര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ട്, പങ്കാളികളായിട്ടുണ്ട്. അത് ആയിക്കൊള്ളട്ടെ, അതറിയേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് ഇത്തരത്തിലാണ്. അതാണ് ഷാഫിയുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ മാങ്കൂട്ടത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പം മുരളീധരനെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മത്സരം വേറൊരു തരത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. പക്ഷെ മുരളീധരൻ അതിന് വഴങ്ങുമോ എന്നറിയത്തില്ല. കാരണം മുരളീധരൻ അറിയാം, കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരും. അതിനുള്ള ആൾക്കാരെ ഒക്കെ തന്നെ ഹൈക്കമാൻഡിൽ ഒരാൾക്ക് മുരളീധരനെ തോൽപ്പിച്ചൊരിടത്തിരുത്തണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, മുരളീധരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കണമായിരുന്നു. ഇരുന്നിട്ടുണ്ടല്ലോ. ആ ഇരുന്ന സമയത്ത് KPCC ആസ്ഥാനം ഇന്ദിരാഭവൻ അല്പം ഊർജ്ജസ്വലമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ജീവൻ ഉണ്ടായിരുന്നു. ഇനി KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനും മുരളീധരൻ യോഗ്യനാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്, ആർക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്നേ. പിന്നെ ഇത്രയും നാളെ ഇറങ്ങി പ്രവർത്തിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള എല്ലാ മാധ്യമം ഇദ്ദേഹത്തെ ഒരു സമയത്തും വെറുതെ വിടുന്നില്ല. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് വാർത്താമാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുന്നത്. മുരളീധരന് വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് പോവുകയുള്ളൂ. തരൂര് ഇവിടെ രാജിവെച്ചിരുന്നു, BJPയിൽ പോകുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മുരളീധരൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചേനെ. എങ്കിൽ BJPക്ക് ശക്തമായിട്ടൊന്ന് നേരിടേണ്ടി വന്നേനെ. പക്ഷെ മുരളീധരൻ നിയമസഭയിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ലീഗിൻ്റെ ഏതെങ്കിലും കോട്ടകളിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ ഗുരുവായൂർ എപ്പോഴും പറയാറുണ്ട്, അതിന് സാധ്യതയുണ്ട്. അവിടെ BJP 2ാം സ്ഥാനത്തല്ലേ വന്നത്. ലീഗിന് അല്പ സ്വാധീനമുണ്ട്. ലീഗാവുമ്പം പാര വയ്ക്കുകയോ പാലം വലിയോ ഒന്നുമില്ല, ഉറപ്പാണ്. അവരുടെ വോട്ട് മൊത്തത്തിൽ കിട്ടും. അപ്പം അങ്ങനെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഇടമായിരിക്കും മുരളീധരൻ തേടാൻ പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.